ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ്. അതിനാവശ്യമായിട്ട് കിംസിൻ്റെ ഒരു എഗ് ഹക്ക നൂഡിൽസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം സ്റ്റവിൽ വെക്കുകയാണ്. ഒരു 8 ഗ്ലാസ്സോളം വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് 2 ലെയറാണ് ഉണ്ടാവുക. അപ്പോൾ അതിനാവശ്യം അത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ എടുക്കണം. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൽ കുറച്ച് ഓയിൽ ഒഴിക്കണത് നല്ലതാണ്. അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഉപ്പ് നമ്മൾ ചേർക്കണില്ല, കാരണം ഉപ്പ് നൂഡിൽസിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമായതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ചേർക്കണില്ല. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നൂഡിൽസ് ഒന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഞാനത് ശ്രദ്ധിക്കാതെ അങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ പാത്രത്തിൻ്റെ വലിപ്പം കുറച്ച് കുറവ് കാരണം അത് ഒന്ന് കുഴഞ്ഞതിന് ശേഷം ഇങ്ങനെ തള്ളി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ 2 ലെയറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകൊണ്ട് ഇറങ്ങിയതിന് ശേഷമാണ് അടുത്ത ലെയർ നമ്മൾ ഇട്ട് കൊടുത്തത് കേട്ടോ. 5 മിനിറ്റ് നേരം നമ്മളിത് വേവിക്കേണ്ട ആവശ്യമുണ്ട്. 5-6 മിനിറ്റോളം വേവിച്ചാലാണ് ഇത് കുക്കിംഗ് ആവുള്ളൂ. അപ്പോൾ അത് കുക്കായതിന് ശേഷം നമ്മളത് എടുത്ത് പാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് ഇങ്ങനത്തെ നൂഡിൽസാണ്. റെസ്റ്റോറൻറ്റിൽ മാത്രമല്ല, തട്ടുകടകളിലായാലും കിട്ടുന്നത് ഇങ്ങനത്തെ നൂഡിൽസാണ്. കുറച്ച് വണ്ണം കൂടിയ നൂലാണ് ഇതിൻ്റെ. സാധാരണ നമ്മൾ മേടിക്കണ മറ്റേ നൂഡിൽസ് പോലെയല്ല, കുറച്ചും കൂടി വണ്ണം കൂടിയ നൂഡിൽസാണ്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അത് വെന്തിക്കണോ, അപ്പോൾ നമ്മളത് അരിപ്പയിലേക്ക് ഊറ്റി വെച്ചിട്ടാണ്. ഇനി നമ്മളത് മാറ്റി വെച്ചു. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാപ്സിക്കം, കാബേജ്, ക്യാരറ്റ്, ഒനിയൻ, കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി, അതുപോലെ നമ്മുടെ മാഗി വേവിച്ച് വെച്ചത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസുകളാണ് ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, അതുപോലെ സോയാ സോസ്. ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഏത് ഓയിലായാലും കുഴപ്പമില്ല, കുറച്ച് റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലെല്ലാം ഒലിവ് ഓയിലിൽ കുക്ക് ചെയ്യണവരുണ്ട്. അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്കെടുക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ഒനിയൻ, കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം എല്ലാം ഒരുമിച്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് നമ്മളത് നന്നായി ഇളക്കി മിക്സ് ആക്കണുള്ളൂ. നന്നായി വഴറ്റണില്ല, നന്നായി വഴന്ന് വരരുത്. അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസുകൾ കാണുക കേട്ടോ. കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല, എല്ലാവിധ വീഡിയോസും ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇനി ക്യാരറ്റും ക്യാബേജും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ നൂഡിൽസൊന്നും മേടിക്കണ പോലെയല്ല. കിംസിൻ്റെ എഗ് ഹക്ക നൂഡിൽസ് ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇനിതാ നമ്മളെല്ലാതും ഒന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ്. നൂഡിൽസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ ഇതിനാവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീട്ടിൽ മുട്ട, ചിക്കൻ കഴിക്കാത്ത ഒരാൾ നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് നമ്മൾ ആൾക്കും കൂടി കഴിക്കാൻ തരത്തിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളതിലേക്ക് മുട്ടയും ചിക്കനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ടേസ്റ്റ് കൂടുള്ളൂ. എന്നാലും ഈ വെജിറ്റബിൾ വെച്ചിട്ട് മാത്രമായിട്ടുള്ളതാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വെജിറ്റബിൾ വെച്ചിട്ട് മാത്രം നമുക്ക് ചെയ്യാം. കുട്ടികൾക്ക് ഒന്നും കൂടി ഇഷ്ടമാവും നമ്മൾ ചിക്കനോ മുട്ട എന്തെങ്കിലും ചേർക്കുകയാണെങ്കിൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് സോസുകളാണ് കേട്ടോ. പിന്നെ ഇതിൽ കാണിക്കാത്തൊരു ഇതെന്ന് പറയുന്നത് കുറച്ച് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ വീഡിയോസിൽ നമ്മൾ പെട്ടെന്ന് എടുക്കാൻ മറന്നുപോയൊരു സംഭവമാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുളിയും മധുരവും എല്ലാതും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തരി പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ വെജിറ്റബിളിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ, നൂഡിൽസിൽ ഇട്ടിട്ടില്ല.
അതുകൊണ്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്നും വിഷയമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇനി ഇതാ നമ്മൾ സോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ ഇതിൽ ഒരു മാഗി ക്യൂബ്. ഇതിലെന്താ പ്രത്യേകത വെച്ചാൽ ടേസ്റ്റ് മേക്കറായിട്ടൊന്നും ഉണ്ടാവില്ല. ടേസ്റ്റ് മേക്കറായിട്ട് നമ്മൾ പാക്കറ്റിൽ കാണാമല്ലോ ഒരു പൗഡർ, അതൊന്നും ഇതിലുണ്ടാവില്ല. ഇത് ഇങ്ങനെ വെറുതെ ഈ നൂഡിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാഗി ക്യൂബ് മാഗിയിൽ മാത്രമല്ല എന്ത് സാധനത്തിലും വെറുതെ ഒരു ഉള്ളിക്കറി ഉണ്ടാക്കുകയാണെങ്കിലും മാഗി ക്യൂബ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാവും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കിയതിന് ശേഷമാണ് നമ്മളിത് കഴിക്കാൻ പോണത്. രാത്രി ആയതുകൊണ്ട് വീഡിയോസ് കുറച്ച് ക്ലാരിറ്റി കുറവാണ്. പിന്നെ നമ്മുടെ ലൈറ്റിൻ്റെ അതുകൊണ്ട് കുറച്ച് നിഴലും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് കുറച്ച് ക്ലാരിറ്റി കുറവാണെങ്കിലും നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ മാഗി അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. എന്താ